ലഹരിയുടെ പിടിയിലകപ്പെട്ട് ജീവിതം നിഷ്പ്രഭമാക്കുന്ന യുവതലമുറയ്ക്കായി ഈ വരികൾ. ലഹരി. കൂരിരുട്ടുമൂടിടുന്ന കാടകങ്ങളിൽ പാറിടുന്ന പുകമയം അതേറ്റുമങ്ങിടും. എന്തു ചെയ്തിടുന്നുവെന്ന ബോധമറ്റു നിൻ കണ്ണിലെ പ്രകാശമെങ്ങു പോയിതേ വിധം. കൂരിരുട്ടുമൂടിടുന്ന കാടകങ്ങളിൽ പാറിടുന്ന പുകമയം അതേറ്റുമങ്ങിടും. എന്തു ചെയ്തിടുന്നുവെന്ന ബോധമറ്റു നിൻ കണ്ണിലെ പ്രകാശമെങ്ങു പോയിതേ വിധം. അമ്മ തന്നുദരമന്നു നിന്നെ ഏറ്റ നാൾ മണ്ണിലേക്കു വന്നിടും വരെ വഹിച്ചവൾ. പിന്നെ എങ്ങു പോന്നിടും വരെ വളർത്തുവാൻ മല്ലിടുന്നതല്ലയോ പിതാവൊരാണവൻ. അമ്മ തന്നുദരമന്നു നിന്നെ ഏറ്റ നാൾ മണ്ണിലേക്കു വന്നിടും വരെ വഹിച്ചവൾ. പിന്നെ എങ്ങു പോന്നിടും വരെ വളർത്തുവാൻ മല്ലിടുന്നതല്ലയോ പിതാവൊരാണവൻ. കൂടെ നിന്റെയൊപ്പമായി വളർന്നു വന്നവൾ, ചാരയെന്നും നീയുമായി കളിച്ചിരുന്നവൾ. നീ ജനിച്ചതേയിടത്തിലായി കുരുത്തവൾ. ഇന്നതാര് സംശയിച്ചിടുന്നതെന്തിന്? കൂടെ നിന്റെയൊപ്പമായി വളർന്നു വന്നവൾ, ചാരയെന്നും നീയുമായി കളിച്ചിരുന്നവൾ. നീ ജനിച്ചതേയിടത്തിലായി കുരുത്തവൾ. ഇന്നതാര് സംശയിച്ചിടുന്നതെന്തിന്? സ്നേഹമാകുമോണു തന്നു നിൻ വിശപ്പിനെ കെട്ടണച്ചു പോന്നൊരമ്മയുണ്ട് നോക്കുക. വീടിറങ്ങി നീയണയും കാത്തു കാത്തൊരാ അച്ഛനുണ്ട് പൂമുഖത്ത് തീക്കനലുള്ളിൽ. സ്നേഹമാകുമോണു തന്നു നിൻ വിശപ്പിനെ കെട്ടണച്ചു പോന്നൊരമ്മയുണ്ട് നോക്കുക. വീടിറങ്ങി നീയണയും കാത്തു കാത്തൊരാ അച്ഛനുണ്ട് പൂമുഖത്ത് തീക്കനലുള്ളിൽ. എങ്ങു നിന്നു വന്നൊരാ കൂട്ടുകെട്ടിനെ കണ്ട നാൾ മുതൽക്കു നീ മറന്നു സർവവും. ചങ്കിടിപ്പു പോൽ മകനെ ചേർത്തു പിടിക്കും. അച്ഛനെങ്ങ് അമ്മയെങ്ങ് നാമമാത്രമായി. എങ്ങു നിന്നു വന്നൊരാ കൂട്ടുകെട്ടിനെ കണ്ട നാൾ മുതൽക്കു നീ മറന്നു സർവവും. ചങ്കിടിപ്പു പോൽ മകനെ ചേർത്തു പിടിക്കും. അച്ഛനെങ്ങ് അമ്മയെങ്ങ് നാമമാത്രമായി. ലഹരി തന്റെ വലയമാണ് നീയതിന്നിര. സ്വന്തമേത് ബന്ധമേത് സൗഹൃദമേത്? പാരിനെ നയിച്ചിടേണ്ടത് യുവത്വമേ. വീടകങ്ങളാകണം നിനക്കു ലഹരി. ലഹരി തന്റെ വലയമാണ് നീയതിന്നിര. സ്വന്തമേത് ബന്ധമേത് സൗഹൃദമേത്? പാരിനെ നയിച്ചിടേണ്ടത് യുവത്വമേ. വീടകങ്ങളാകണം നിനക്കു ലഹരി. വീടകങ്ങളാകണം നിനക്കു ലഹരി.
വീടകങ്ങളാകണം നിനക്കു ലഹരി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നത്? നടന്നിട്ടാണോ? ഏതെങ്കിലും അച്ഛനമ്മമാരുടെ കൂടെയാണോ? സ്കൂൾ വാഹനങ്ങളിലാണോ? അതോ ശാരീരിക വാഹനങ്ങളിലാണോ? എല്ലാവരും സ്കൂൾ ബസ്സിലാണ് വരുന്നത്. സ്കൂൾ ടൈം കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തൊക്കെ പോകാറുണ്ടോ? കടകളിലോ മറ്റേ കയറാറുണ്ടോ? ഇല്ല. സിനിമ കാണാറുണ്ടോ? ഏതൊക്കെ സിനിമകൾ കാണാറ്? മോഹൻലാലിന്റെ സിനിമകൾ കാണാറുണ്ടോ? ഈ ലഹരിക്കെതിരെ മോഹൻലാലിന്റെ പ്രസിദ്ധമായ ഒരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് അറിയുമോ? ഒന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സിനിമ കാര്യങ്ങൾ വന്നു ചിന്തിച്ചാൽ മതി. ആ കാണുന്ന സിനിമകളുടെ ട്രെയിലർ അതുമൂലം ഉണ്ടാകുന്ന ഭീകരാവസ്ഥ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഫ്രീ ആയി ലഭിക്കുന്ന ചെറിയ ചെറിയ സ്വീറ്റ്സ്, അത് പിന്നീട് നമ്മളെ ഏതെല്ലാം തലത്തിൽ എത്തിച്ചേരും, നമ്മളുടെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബിരുദ ടീച്ചർ. ജൂൺ 26 ഇന്റർനാഷണൽ ആന്റി ഡ്രഗ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന് മുഖ്യ അതിഥിയായി വന്നിട്ടുള്ളത് സബ് എഡിറ്റർ സന്തോഷ് സാറാണ്. സാർ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ന്യൂസിലൊക്കെ ലഹരിയെ കുറിച്ച് പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, കാണാറൊക്കെ ഇല്ലേ? അപ്പോൾ നമ്മളും ആരോഗ്യ ലഹരി വസ്തുക്കളൊക്കെ തരുമ്പോൾ നോ എന്ന് ധൈര്യത്തോടെ പറയാനുള്ള കഴിവ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിജ ടീച്ചറെ ക്ഷണിക്കുന്നു. Namaste, respected Santosh sir, HM, Krishnayan sir, and my teachers and students. It is my great pleasure to offer to some few words of felicitation for this program. Sir, thank you for joining us. Your presence means a lot to us. Then I hope this program inspired to us to lead a അങ്ങനെയുള്ള ഒരു റെയ്ഡിന് പോയതുകൊണ്ടാണ് പകരം നമ്മുടെ സന്തോഷ് സാർ എത്തിയത്. ഏത് സമയത്തും നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ ഒരു കറുത്ത വിഷസർപ്പം ലഹരിയുടെ രൂപത്തിലുണ്ട്. ഒരുപക്ഷെ ആദ്യ തവണയൊക്കെ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടും, മിഠായിയുടെ രൂപത്തിൽ. അത് കിട്ടുന്നത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിൽ നിന്നായിരിക്കാം, നമ്മുടെ ഡിസ്റ്റന്റ് റിലേഷനിൽപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത കടക്കാരനായിരിക്കാം. ഒരു തവണയും 2 തവണയൊക്കെ നമുക്ക് ഫ്രീ തരും. പക്ഷെ നമ്മളത് കഴിച്ചിട്ട് സാറ് പറഞ്ഞ പോലെ ചെറിയ ഉണർവൊക്കെ കിട്ടുമ്പോൾ നമുക്കത് പറ്റാണ്ട് വന്നില്ലാന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർ കാശ് വേണം പറയും. നമുക്കത് കിട്ടിയേ തീരൂ, കാശ് കഴിയില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന അവര് മിഠായി ഇല്ലേ, അതല്ലേ ഞാൻ വാങ്ങിത്തരാന്ന് പറയും. പക്ഷെ നമുക്കത് വേണ്ട, ഈ മിഠായി വേണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ അവര് അറിയാതെ ഇങ്ങനെ കാശെടുക്കാനുള്ളതായിരിക്കും. 1 തവണയും 2 തവണയൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയും അവരെ കണ്ടെത്തും. പിന്നീട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. കാശ് കിട്ടുന്ന തരത്തിൽ നമ്മളത് എടുക്കാൻ ശ്രമിക്കും. അത് പിന്നീട് പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് വരും. അതുകൊണ്ട്